വിശുദ്ധമായ റമദാനിൻ്റെ 29ാമത്തെ നോമ്പിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്‌രിബോട് കൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നമ്മൾ പെരുന്നാൾ രാവിലേക്ക്, ശവ്വാൽ 1 രാവിലേക്ക്, ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇന്നത്തെ രാത്രി നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എങ്ങനെ സ്വീകാര്യപ്രദമായ രാത്രിയാക്കാൻ പറ്റും എന്ന് വിശദമായി നമുക്ക് ഇൻഷാ അള്ളാഹ് ചർച്ച ചെയ്യാം. കൂടാതെ പിറ കണ്ടാൽ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, പെരുന്നാൾ രാവിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫിത്ർ സക്കാത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് പരിശുദ്ധമായ റമദാൻ അവസാനത്തെ ദിനമാണെന്ന് കരുതി ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഒരു മനുഷ്യൻ ഒരൊറ്റ പ്രാവശ്യം ഇനി പറയുന്ന ഒരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവനിക്ക് 70 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. 70 അടിമകളെ മോചിപ്പിച്ച വമ്പൻ പ്രതിഫലം കിട്ടുന്ന ഒരു ചെറിയ ദിക്ർ ഇൻഷാ അള്ളാഹ് ഇന്ന് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ നാളെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിശദമായി നമുക്ക് പഠിക്കാം, കേൾക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ഈ വിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അനുകൂല സാക്ഷിയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ റമദാനിന്റെ 29ാമത്തെ ദിനമാണ്. ഇന്ന് ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പുണ്യമായ ശവ്വാൽ മാസത്തിലേക്ക്, ചെറിയ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ്. അതനുസരിച്ച് നാളെ തിങ്കളാഴ്ച നമുക്ക്, നാളെ ചെറിയ പെരുന്നാളായിരിക്കും. ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, ഇനി അഥവാ ഇന്ന് ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിലോ നാളെ തിങ്കളാഴ്ച നമ്മൾ റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാൾ ചൊവ്വാഴ്ചയായിരിക്കും കേരളത്തിൽ നമുക്ക് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുക. അപ്പോൾ 2025 ചെറിയ പെരുന്നാൾ എന്നാണ് എന്ന് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമുക്കറിയാൻ പറ്റും. സാധാരണ ഗൾഫ് രാജ്യങ്ങളോട് നമ്മൾ അങ്ങനെ ഒപ്പം വരാറില്ല. ചിലത് വർഷങ്ങളിലായിരിക്കും നമുക്ക് ഒന്നിച്ച് നോമ്പ് തുടങ്ങുന്നതും ഒന്നിച്ച് നോമ്പ് അവസാനിച്ച് പെരുന്നാൾ ഒന്നിച്ചാകുന്നത്. ഗൾഫ് കൺട്രികളിലും കേരളത്തിലും അത് അപൂർവമാണ്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം സമയത്തും നമ്മൾ ഗൾഫിനേക്കാൾ ഒരു ദിവസം പിന്നിലായിരിക്കും. നമുക്ക് പെരുന്നാൾ എന്നാണോ അതിൻ്റെ തലേ ദിവസമായിരിക്കും ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാൾ. പരിശുദ്ധമായ റമദാനിൻ്റെ ഒരു പക്ഷേ അവസാനത്തെ ദിനമാണ്, അവസാനത്തെ നോമ്പിലാണ്. അപ്പോൾ വിശ്വാസികളായ ആളുകൾ കണ്ണീരോടെ ഈ റമദാനിനെ യാത്രയാക്കുന്ന ഒരു തിരക്കിലാണ്. മാത്രമല്ല പെരുന്നാൾ വരുന്ന സന്തോഷമുണ്ട്, എന്നാലും അവർക്ക് കൂടുതൽ പ്രയാസമുള്ളത്, പ്രശ്നമുള്ളത്, റബ്ബേ ഞങ്ങളുടെ റമദാൻ പോവുകയാണല്ലോ, ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നിസ്കാരത്തിൽ, ഞങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ, ദിക്ർ ചൊല്ലുന്നതിൽ, ഞങ്ങളുടെ നോമ്പ് തുറയിൽ, അതുപോലെ അത്താഴ സമയത്ത്, എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞങ്ങൾ കരുതിയിരുന്ന ആ റമദാൻ ഞങ്ങളോട് സലാം പറഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള ഭയങ്കര വിഷമം. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ എല്ലാ മിമ്പറുകളിലും ഉസ്താദുമാർ വിതുമ്പുകയാണ്. ആ ഒരു കരച്ചിൽ കേട്ട് അല്ലെ നമ്മളൊക്കെ കരഞ്ഞവരാണ്, നമ്മളൊക്കെ വിഷമിച്ചവരാണ്, സങ്കടപ്പെട്ടവരാണ്. കാരണം റമദാൻ പോകുന്നു, സലാം പറഞ്ഞ് അഡ്വാൻസ് ആയി നമ്മൾ യാത്ര പറഞ്ഞിട്ടുണ്ട് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച. അപ്പൊ ഇന്നത്തെ പകൽ നമുക്ക് ഒരു പക്ഷേ റമദാനിന്റെ അവസാനത്തെ പകലായിരിക്കാം. അങ്ങനെ അവസാനത്തെ പകലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ദിവസം ഒന്ന് ദിക്റും സ്വലാത്തും നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അധികരിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ പുണ്യമാണ്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം റമദാനിന്റെ അവസാനത്തെ ദിനമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. റമദാനിന്റെ അവസാനത്തെ ദിനമാണെന്ന് കരുതിയിട്ട് ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു ചെറിയ ഒരു ദിക്ർ, ആ ദിക്ർ, കാരണം ദിക്ർ, സ്വലാത്ത്, മറ്റ് ഔറാദുകൾ കൊണ്ട് നിറക്കേണ്ട മാസമാണ് റമദാൻ. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ ദിനം 29ാമത്തെ നോമ്പ് പിടിച്ച് ഇപ്പൊ തിരക്കായിരിക്കും. ഇപ്പൊ എന്താണ് ഉടുപ്പെടുക്കുന്ന തിരക്ക്, അതുപോലെ ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങുന്ന തിരക്ക്, അതുപോലെ തന്നെ കുട്ടികൾ മൈലാഞ്ചി ഇടുന്ന തിരക്ക്. കാരണം നാളെ പെരുന്നാൾ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ആ ഫീലിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ ആ ഫീലിംഗിൽ ഈ അവസാനത്തെ ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരായി മാറരുത്. അവസാനം എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, അവരെന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് റമദാൻ നമ്മളെ പറ്റി പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മഗ്‌രിബ് വരെയുള്ള സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ചെറിയൊരു ദിക്ർ
ദിക്ർ. അത് ഈ റമളാനിന്റെ അവസാനത്തെ സമയത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും വലിയ പുണ്യമുള്ള കർമ്മമാണ് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്. അടിമയെ മോചിപ്പിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പൈസ കൊണ്ട് അടിമകളെ മോചിപ്പിച്ച് അവരെ സ്വതന്ത്രനാക്കുന്ന ഒരു വലിയൊരു പുണ്യകർമ്മം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് പരാതി പറഞ്ഞു, നബിയെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, മൂപ്പർ അതുകൊണ്ട് അടിമകളെ മോചിപ്പിച്ചിട്ട് വലിയ പുണ്യം നേടുന്നു, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അപ്പൊ എനിക്കും അതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടണം, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയൊരു ദിക്റുണ്ട്. ഈ ഒരു ദിക്ർ നമ്മൾ എത്രമാത്രം അധികരിപ്പിച്ച് പറയുന്നു അത്രമാത്രം അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. ഇത് റമളാനിൽ പറഞ്ഞതല്ല, അല്ലാത്ത മാസങ്ങളിൽ. ഇത് റമളാനിൽ പറഞ്ഞാലോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ 70 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 70 വട്ടം ഇത് പറഞ്ഞാൽ 700, 7000, 7 ലക്ഷവും 7 കോടിയും ഒക്കെ വലിയ പ്രതിഫലം നമുക്ക് ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് റമളാനിൽ അവസാനത്തെ ദിനമാണെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് 30 എത്തിച്ചു തരണേ റഹ്മാൻ. അള്ളാഹു വിധിച്ചത് എന്താണോ അത് നടക്കും. അപ്പോൾ ഇത് അവസാനത്തെ ദിവസമാണെങ്കിൽ നമുക്ക് ഈ അവസാനത്തെ നിമിഷം അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ റമളാനിനെ പ്രയോജനപ്പെടുത്താൻ പറ്റണം. എങ്ങനെ? അടിമയെ മോചിപ്പിച്ച പ്രതിഫലം നമുക്ക് കിട്ടണം. അതിനെന്താണ്? ഒരു ചെറിയ ദിക്ർ പറയണം. ഏത് ദിക്ർ? നമുക്കൊക്കെ അറിയാവുന്ന, നമ്മളെല്ലാവരും പറയുന്ന, നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ ക്ലാസ് ഉണ്ടല്ലോ, മഗ്‌രിബിന് ശേഷം നമ്മളൊരു ദിക്റിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റിൽ പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ മറന്നു പോവരുതേ. അള്ളാഹു നമുക്ക് പറയാനുള്ള തൗഫീക്ക് തരട്ടെ. ഈ ഒരു ദിക്ർ ഇതിങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഹദീസിൽ കാണുന്നത് രൂപം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത ഹദീസിന്റെ ആ ഒരു വാചകം വേറെയാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാൻ പറ്റിയതാണ്. എങ്ങനെ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ ഉസ്താദ്, ഇത് വലിയ ദിക്റാണല്ലോ. ഒന്നും കുഴപ്പമില്ല, കാണാതെ പറയണമെന്നില്ല, കണ്ടു പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഈ അവസാന നിമിഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റമളാൻ വിട പറയുന്നതിന് മുമ്പ്, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ്, മഗ്‌രിബ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് റമളാനിൽ നമ്മൾ ഇത് പറഞ്ഞാൽ വലിയ കൂലിയാണ്. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരു 400 വട്ടം പറയാനാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. 400 വട്ടമൊന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉസ്താദ്, കാരണം ഒരുപാട് തിരക്കൊക്കെയാണ്. വേണ്ട, നിങ്ങൾക്കൊരു 33 പ്രാവശ്യം പറയാൻ പറ്റുമോ? വേണ്ട, ഒരു 11 പ്രാവശ്യം പറയാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് അതിന്റെ കൂലി അള്ളാഹു തരും. അർത്ഥമൊന്ന് കേൾക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വഹ്ദഹു, അള്ളാഹു ഏകനാണ്. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അള്ളാഹുവിനാണ് എല്ലാ രാജാധികാരം. വലഹുൽ ഹംദു, എല്ലാ തരത്തിലുള്ള സ്തുതികളും അള്ളാഹു നിനക്കാകുന്നു. യുഹ്യി വയുമീത്ത്, നീയാണ് ജീവിപ്പിക്കുന്നവൻ, നീയാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ഹയ്യുൻ, അല്ലാഹു ആണെങ്കിലോ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂതു, അവനിക്ക് മരണമില്ല. ബിയദിഹിൽ ഖൈർ, അല്ലാഹു നിന്നെ കൊണ്ടാണ് എല്ലാവിധ ഖൈറുമുള്ളത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവേ മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നീ എന്നർത്ഥമുള്ള ഈ ഒരു ദിക്ർ ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒറ്റ പ്രാവശ്യം കൂടി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാ, ഒരു പ്രാവശ്യമെങ്കിലും ഈ റമളാൻ വിട പറയുന്നതിന് മുമ്പ് നമുക്കിത് പറയാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം വിജയിച്ചു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു പക്ഷേ നിലാവ് കാണാം, അല്ലെങ്കിൽ നിലാവ് കാണാതിരിക്കാം. അപ്പോൾ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ആ ഒരു ദിക്ർ പറഞ്ഞായിരിക്കണം. ഒരുപക്ഷേ നിലാവ് കണ്ടാൽ റമളാൻ നമ്മളോട് വിട പറയുകയാണല്ലോ. കണ്ണീരോടുകൂടി നമ്മൾ റമളാനിനെ യാത്രയാക്കണം. ഇനി അടുത്ത റമളാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുണ്ടോ, നിങ്ങളിങ്ങനെ കേൾക്കാനുണ്ടോ, നമുക്കാർക്കും അറിയില്ല. അല്ലാഹുവേ, റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാൻ ആക്കല്ലേ അല്ലാ. ഇനിയും റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, എൻ്റെ സഹോദരന്മാരെ,
സഹോദരന്മാരെ, റബ്ബേ ഇതെന്റെ അവസാനത്തെ റമളാനാണ് എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ മഗ്രിബിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറായിരുന്ന് ആ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നല്ലപോലെ ദുആരക്ക. റബ്ബേ റമളാൻ ഒരു പക്ഷേ വിട പറയാം. അപ്പോൾ റബ്ബേ ഇത് അവസാനത്തെ നിമിഷത്തിലാണ് ഞാനുള്ളത്, ഈ റമളാനിൽ ഞാൻ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണം എന്നൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ദുആ ചെയ്ത അല്ലാഹു തആല ദുആ സ്വീകരിക്കും, ഉറപ്പായും സ്വീകരിക്കും. അപ്പോൾ ഈ കാര്യം മറന്നു പോകണ്ട. ഇനി ഇന്ന് മഗ്രിബോട് കൂടി നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയിലായിരിക്കും, വലിയ ജിജ്ഞാസയിലാണ്. റമളാൻ 1 എന്നാണ്, റമളാൻ നോമ്പ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ നിലാവ് നോക്കി കാത്തിരിക്കുമല്ലോ. ആ നിലാവിനെ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആകാംക്ഷയോടെ നമ്മുടെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളും യുവതികളും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പിറ കാണലായിരിക്കും ഇന്നത്തെ മഗ്രിബോട് കൂടി, അല്ലെ? ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മളെല്ലാവരും ന്യൂസ് ചാനലുകൾ മാറി മാറി നോക്കുന്നു, വാട്സപ്പിൽ ഇങ്ങനെ നോക്കുന്നു, ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, പാണക്കാട് തങ്ങന്മാർ അറിയിച്ചു, അല്ലെങ്കിൽ ഇന്നാലിന്ന ഉസ്താദ് അറിയിച്ചു, അല്ലെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് നിലാവ് കണ്ടു, അങ്ങനെ ഏതെങ്കിലും ഒരു വാർത്ത കണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു വലിയ ജിജ്ഞാസയിലൂടെ നമ്മൾ ഇന്ന് മഗ്രിബോട് കൂടി കടന്നു പോകാൻ പോവുകയാണ്. ഇനി അഥവാ ഇന്ന് മഗ്രിബോട് കൂടി വിശ്വാസയോഗ്യമായ ഒരു വാർത്ത നമുക്ക് വന്നാൽ, ഞാൻ ഇന്ന സ്ഥലത്ത് പിറ കണ്ടു എന്ന വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് പറയട്ടെ, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് വെറുതെ ടൈപ്പ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പിറ കണ്ടതായി അറിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ പറയുക, കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് മെസ്സേജുകൾ വരാം. അങ്ങനെ വന്നാൽ അതൊന്നും ആരും ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ സംശയത്തിൻ്റെ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് എടുത്ത് ഈ വർഷം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ തമാശക്കിടും, നമ്മുടെ കൂട്ടുകാർ നമുക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ആ പണിക്കൊന്നും നമ്മൾ നിൽക്കരുത്. കാരണം റമളാൻ വിട പറയുന്ന ആ ഒരു സമയത്ത് റമളാനിനെ കളിയാക്കിക്കൊണ്ടുള്ള പല പോസ്റ്റുകളായി അത് മാറിയേക്കാം. അത് റമളാന് ഇഷ്ടപ്പെടില്ല. അത് ഇത്രയും നാൾ നമ്മൾ ചെയ്ത അമലുകൾക്കെല്ലാം വലിയ പോരായ്മയുണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിൽ മോശത്തരമായ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നുണപ്രചരണം നമ്മൾ ആരും നടത്തരുത്. അപ്പൊ ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു എന്ന യോഗ്യമായ വാർത്ത കിട്ടിയാൽ ആദ്യം ഇന്നത്തെ മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ പെരുന്നാളിലേക്ക് കടന്നു. അതായത് പെരുന്നാൾ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ശവ്വാൽ 1-ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന വാക്കാണ്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക്. 29 ദിവസം നമ്മളെല്ലാവരും നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു നമുക്ക് സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നു. ആ 29 നോമ്പും അള്ളാഹു തആല സ്വീകരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ദിവസമാണ് പെരുന്നാൾ രാവും പകലും. അപ്പൊ അതിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ് പിറ കണ്ടാൽ. അപ്പൊ ശവ്വാൽ 1-ാം രാവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ ദിക്ർ നമ്മൾ പറയണം. അല്ലേ ഉസ്താദ്, ഇത് തന്നെയല്ലേ നമ്മൾ റമളാൻ 1 പറഞ്ഞത്, ഇതല്ലേ നമ്മൾ റജബിലും പറഞ്ഞത്, ഇതല്ലേ നമ്മൾ ശഅബാനിലും പറഞ്ഞത്? അതെ, എല്ലാ മാസവും പിറ കണ്ടാൽ പറയേണ്ട ദുആയാണ്. ഒരാള് ഇത് പിറ കണ്ടു എന്ന് വിശ്വാസയോഗ്യമായ വാർത്ത കിട്ടിയതിന് ശേഷം ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് ആ മാസം അല്ലാഹു തആല അനുകൂലമാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ ഇനി വരുന്ന ശവ്വാൽ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമായി കിട്ടാൻ ഈ ദുആ പറയണം. ഏത് ദുആ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒന്ന് പഠിച്ചാലോ അത്? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് പിറ കണ്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സേവാക്കി വെക്കണേ. ഇത് നിങ്ങൾ ആവർത്തിച്ചൊന്ന് കാണണേ. കാരണം പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ 1-ാമത്തെ കാര്യം അൽഹംദുലില്ലാഹ് എന്ന് പറയുക, ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുക, അത് കഴിഞ്ഞ് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ് എന്ന ദിക്ർ നമ്മൾ സുന്നത്തായ ആ ദിക്ർ, ആ ദുആ നമ്മൾ പറയുക. എന്താ അതിൻ്റെ അർത്ഥം? ഏകദേശ അർത്ഥം വരുന്നത്, അല്ലയോ ചന്ദ്രനെ, നമ്മൾ ചന്ദ്രനെ നോക്കി അല്ലെങ്കിൽ ഈ മാസത്തെ നോക്കി നമ്മൾ പറയുന്നു, റബ്ബേ ഈ മാസം ഞങ്ങൾക്ക് ഒരു ഈമാനിൻ്റെ, ഇസ്ലാം വർദ്ധിക്കുന്ന, ഈമാൻ വർദ്ധിക്കുന്ന, തവക്കുലിൻ്റെ, അതുപോലെ തന്നെ നിന്നെ വഴിപ്പെടുന്നതിൻ്റെ ഒരു മാസമാക്കി അള്ളാഹുവേ ഇതിനെ നീ മാറ്റണേ എന്നാണ് ഏകദേശം അതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ നമ്മൾ ആ ഒരു ദുആ പറയുക. അത് കഴിഞ്ഞ് പറ്റുമെങ്കിലെന്നല്ല, ഇന്നത്തെ രാവ് പെരുന്നാൾ രാവാണെങ്കിൽ നമ്മൾ മറക്കാതെ ഓതണം എന്ത്? സൂറത്തുൽ മുൽക്ക്. നമുക്ക് സുബഹി വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കുക, സൂറത്തുൽ മുൽക്ക് ഓതാൻ. എന്താ പ്രതിഫലം? സൂറത്തുൽ മുൽക്കിന് 30 ആയത്തുകളാണ്. ആ 30 ആയത്ത് 30 ദിവസത്തെയാണ് അറിയിക്കുന്നത്. 30 ദിവസവും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ബറക്കത്തും ഖൈറും ഒക്കെ നമുക്കുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ
നമ്മൾ പ്രധാനമായും പെരുന്നാൾ രാവാണെങ്കിൽ നമ്മൾ മറക്കാതെ പറയേണ്ടത് തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീറിന്റെ പൂർണ്ണമായ രൂപം. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും തക്ബീറാണ്, പക്ഷെ പെരുന്നാളിന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ ഇന്നത്തെ ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. പിന്നെ അതുപോലെ നാളെ സുബഹി നമസ്കാരത്തിന് ശേഷവും ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് വക്തിനായിരിക്കും നമുക്ക് പറയാൻ പറ്റുക നിസ്കാരങ്ങൾക്ക് ശേഷം, ഫർദായ നിസ്കാരങ്ങൾക്ക്. പിന്നെ നാളെ സുബഹി കഴിഞ്ഞ പെരുന്നാൾ നിസ്കാരത്തോടെ നമ്മൾ എന്ത് ചെയ്തു? ഈ തക്ബീർ പിന്നെ ഇല്ല. നമ്മൾ 4 ദിവസം തുടർച്ചയായി തക്ബീർ പറയുന്നത് ബലിപെരുന്നാളിലാണ്. ചെറിയ പെരുന്നാളിൽ നമ്മൾ ആ നിസ്കാരത്തോടു കൂടി തക്ബീർ തീർന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. പിറ കണ്ടു എന്നറിഞ്ഞാൽ ഈ ഒരു സമയം, ഇന്നത്തെ രാത്രി ഇൻഷാ അള്ളാഹ് പരമാവധി തക്ബീർ പറയണം. പിന്നെ ഉമ്മമാര് വീട്ടിൽ ഇപ്പോൾ തിരക്കായിരിക്കുമല്ലോ, നിങ്ങൾ ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ എടുത്ത് വെക്കുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ അത് കൊടുക്കാനുള്ള ആ ഒരു തിരക്ക്, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ചിലപ്പോൾ വക്കടിക്കാനോ അല്ലെങ്കിൽ തേക്കാനോ, അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ തിരക്ക്, മൈലാഞ്ചിയിടൽ, പിന്നെ നാളെ രാവിലത്തേക്ക് വേണ്ടി ഇറച്ചിക്കറി ഉണ്ടാക്കൽ, അതൊക്കെ ഒരുപാട് തിരക്കുണ്ട്. അടുക്കളയിൽ നല്ല സജീവമായിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളാണ് എന്നറിഞ്ഞാൽ ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ തക്ബീർ, അപ്പോൾ നിങ്ങൾ ആ തക്ബീർ ഒന്ന് ആ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ച് ആവർത്തിച്ച് ആ തക്ബീർ ഇങ്ങനെ അത് നമ്മുടെ കൂടെ ഒന്നിച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ തക്ബീർ നമ്മൾ ഉറക്കെ അതുപോലെ തന്നെ പതുക്കെയൊക്കെ ആയിട്ട് ഒരുപാട് കണ്ട് പറയുക. അമിതമായി ഉമ്മമാരെന്ന ശബ്ദത്തിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക? ഒരു മിതമായ സൗണ്ടിൽ അല്ലെങ്കിൽ പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക? തക്ബീർ പറയുക. തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. സവാൾ ഉരിയുമ്പോഴും, അതുപോലെ തന്നെ പാത്രം കഴുകുമ്പോഴും, അല്ലെങ്കിൽ തേങ്ങ ചിരവുമ്പോഴും, അല്ലെങ്കിൽ ഇറച്ചിക്കറി വെക്കുമ്പോഴും, ഏത് സമയത്തും നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി ഇനി നിസ്കാരമില്ല ഉസ്താദ്, ഞങ്ങൾ നിസ്കാരമില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യും? നിസ്കാരം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ഒന്നു വേണമെന്നൊന്നില്ല. ഈ തക്ബീർ അധികരിപ്പിക്കുക, പരമാവധി അധികരിപ്പിക്കുക. അത് വലിയ പുണ്യമാണ്, വലിയ ശ്രേഷ്ഠതയാണ്. പെരുന്നാളിന്റെ രാവിൽ അതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. പിന്നെ നാളെ പെരുന്നാൾ നിസ്കാരം പല ടൈമിലായിരിക്കും. ചിലപ്പോൾ 8 മണിക്ക് നിസ്കാരം ഉണ്ടാവും, ചിലപ്പോൾ 7:30 ഉണ്ടാവും, ചിലപ്പോൾ 7 മണിക്ക് ഉണ്ടാവും. അപ്പോൾ ടൈം കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ പരമാവധി തക്ബീർ പറയുക. കാരണം അതിശ്രേഷ്ഠമായ അമലാണ് എന്ത്? തക്ബീർ പറയുക എന്നുള്ളത്. പിന്നെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടു, ശവ്വാൽ 1 അറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്നത്തെ രാത്രി തന്നെ പരമാവധി നമ്മുടെ ഫിത്ർ സക്കാത്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ രാത്രി അതിനെ പരമാവധി അതൊക്കെ കൊടുത്തു വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കൊടുത്തു വിട്ടാൽ മതി. കൊടുക്കുന്ന സമയത്ത് നീയത്ത് മറന്നു പോകരുത്. ഇതെന്റെ ഫിത്ർ സക്കാത്ത്, അതല്ലെങ്കിൽ ഇതെന്റെ മകന്റെ ഫിത്ർ സക്കാത്ത്, ഇതെന്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത്, ഇതെന്റെ ഭർത്താവിന്റെ ഫിത്ർ സക്കാത്ത്, ഇതെന്റെ ഉമ്മ ഉണ്ട്, അപ്പോൾ ഉമ്മയുടെ ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഇതെന്റെ ഫിത്ർ സക്കാത്താണ്. നമ്മൾ 3 കിലോ അരി എവിടെ കൊടുക്കുന്നു? നമ്മുടെ അയൽവാസിയായ ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ പറയണം ഇത് ഫിത്ർ സക്കാത്തിന്റെ അരിയാണെന്ന് പറയണം. മനസ്സിൽ നിയത്ത് വേണം. ഇതെന്താണ്? ഇതെന്റെ ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ 29 ദിവസം പിടിച്ച നോമ്പ്, ആ നോമ്പ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടണം, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് അങ്ങോട്ട് ചെന്നാലാണ് അതിന്റെ കൂടെ അങ്ങോട്ട് പോകും. നമ്മളൊരു ബസ്സിൽ കയറി നമ്മളെല്ലാവരും കയറി ഇരിക്കുകയാണ്, ബസ് പോകില്ല. ആര് വരണം? ഡ്രൈവർ വന്ന് വണ്ടി ഓടിച്ചു പോകണം. എന്നതുപോലെ നമ്മളൊക്കെ 29 നോമ്പ് നമ്മുടെ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഇനി വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് അവിടെ ചെല്ലണം. ഫിത്ർ സക്കാത്ത് ആകുന്ന ഡ്രൈവർ ചെല്ലണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീയത്തോടു കൂടി കൊടുക്കണം. ഡ്രൈവർ കയറി ഇരുന്നിട്ടും കാര്യമില്ലല്ലോ, മൂപ്പര് വണ്ടി ഓടിക്കണ്ടേ, സ്റ്റാർട്ട് ചെയ്യണ്ടേ, ഓണാക്കണ്ടേ. എന്നതുപോലെ നീയത്ത് അനുസരിച്ചാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക. അപ്പോൾ നീയത്ത് മറന്നു പോവണ്ട. അപ്പോൾ ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ. പിന്നെ അർഹരായ ആളുകൾ അവിടെ ആർക്കെങ്കിലും മുത്താപ്പക്ക് കൊടുത്തു, കൊച്ചാപ്പക്ക് കൊടുത്തു, അവരിങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നു, ആ 4 വീട് തന്നെ ഒപ്പിച്ചു, അങ്ങനെയല്ല. അർഹരായ, അതായത് ഫക്കീർമാര്, മിസ്കിന്മാർ, പാവപ്പെട്ട ആളുകൾ. നമുക്കറിയാലോ പാവപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം രൂപം ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന പുതുസ്ലാമികളായ ആളുകൾ, അവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പാവപ്പെട്ടവരായിരിക്കും കൂടുതലും നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അർഹരായ ആളുകൾക്ക് നമ്മൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഫിത്ർ സക്കാത്തിന്റെ കാര്യം പറഞ്ഞു.
പിന്നെ നാളെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുത്ത് വീട്ടേണ്ടതാണ്. പിന്നെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് പറയുന്നില്ല. അപ്പോൾ അതിന്റെ എത്ര അളവാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ വിശാലമായ ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കണ്ട് അത് കൃത്യമായി ഉറപ്പാക്കുക. പിന്നെ നമ്മൾ അടുത്തതായി ചെയ്യാനുള്ളത്, അപ്പോൾ ഇന്ന് മഗ്രിബോട് കൂടി നിലാവ് കണ്ടു, പിറ കണ്ടു, നമ്മൾ പെരുന്നാൾ രാവിലേക്ക് ശവ്വാൽ 1 പ്രവേശിക്കുകയാണ്. അപ്പോൾ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഇത് മുബാറക്, ഇത് മുബാറക്, ഇത് മുബാറക്, പെരുന്നാൾ, ഹാപ്പി പെരുന്നാൾ, ഹാപ്പി ചെറിയ പെരുന്നാൾ, റംസാൻ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ കാണും. ആണ് മെസ്സേജ് അയക്കുന്നത് കണ്ട് കുഴപ്പമില്ല. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കൂലി വേണ്ടേ, പ്രതിഫലം വേണ്ടേ? അതിന് നമ്മൾ പെരുന്നാൾ ആശംസകൾ അറിയിക്കൽ സുന്നത്താണ്. അപ്പൊ എന്താണ്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്നാണ് ആശംസ അറിയിക്കേണ്ടത്. അല്ലാതെ ഹാപ്പി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന് കൂലി കിട്ടൂല. അപ്പൊ അള്ളാന്റെ ഭാഗത്ത് നിന്നും കൂലി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈദ് മുബാറക്, ഈദ് മുബാറക് എന്താണ് നമ്മളൊരു ആശംസയായിട്ട് പറയും, പക്ഷെ അത് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ വാക്ക് പറയണം. എന്ത്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. നമുക്ക് സിമ്പിൾ അല്ല പറയാൻ. ഒന്ന് പറഞ്ഞേ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. വേറെ അർത്ഥം എന്താണ്? അല്ലാഹു തആല എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നും നമ്മളൊക്കെ ചെയ്തിട്ടുള്ള സ്വാലിഹായ അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പരസ്പരം ആശംസ അറിയിക്കുക. പിന്നെ ഇന്നത്തെ രാത്രി നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. പെരുന്നാൾ രാവാണെങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. 5 രാത്രികളിൽ അല്ലാഹു തആല ദുആ വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു. ബല്ലിഗ്നാ യുഖാലു ഇന്ന ദുആ മുസ്തജാബുൻ ഫീ 5 ലയാൽ. 5 രാത്രികളിൽ അല്ലാഹു ദുആ സ്വീകരിക്കും. 1 വെള്ളിയാഴ്ച രാവാണ്, 2 ശഅബാൻ 15ന്റെ രാവാണ്, അതുപോലെ തന്നെ റജബ് 1ന്റെ രാവാണ്, വലിയ പെരുന്നാളിന്റെ രാവാണ്, നമ്മളിപ്പോൾ ഉള്ള ചെറിയ പെരുന്നാളിന്റെ രാവാണ്. അപ്പൊ ഇന്ന് നിലാവ് കണ്ടാൽ എന്താണ്? ചെറിയ പെരുന്നാളാണ്. അപ്പോൾ സ്വതക്കകൾ അധികരിപ്പിക്കുക, അതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക, അതുപോലെ ദുആ ചെയ്യുക, ദിക്റുകൾ പറയുക, തക്ബീർ പറയുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ഇന്നത്തെ രാത്രി ഇങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇനിയുള്ള ദിവസങ്ങളിലും അവന്റെ ഇനിയുള്ള ജീവിതത്തിലും അല്ലാഹു എല്ലാവിധ ഖൈറും സലാമത്തും തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ നാളെ പെരുന്നാളാണ്. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് പറയാം. പിന്നെ ഇന്ന് നിലാവ് കണ്ടാൽ പിന്നെ പെരുന്നാൾ ആയല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ഉമ്മമാരൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കുണ്ടാവും. ഉമ്മമാരെ ഇടൂല, നമ്മുടെ പെൺമക്കളായിരിക്കും മൈലാഞ്ചിക്ക് ഇടുന്നത്. പ്രത്യേകം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെ ഇന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പല മൈലാഞ്ചികളാണ്, ട്യൂബ് മൈലാഞ്ചി. അത് വാങ്ങി ഇടാതിരിക്കണം, ഇടാൻ പാടില്ല. കാരണം അത് നമ്മൾ ഇട്ടാൽ, ഇപ്പോൾ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഏത് കടയിൽ ചെന്നാലും ആ കടയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടാവും ഒരു പെട്ടിയിൽ ഇങ്ങനെ ഒരുപാട് മൈലാഞ്ചികൾ. അത് നമ്മൾ എടുത്തിട്ടാൽ പ്രശ്നം എന്താണെന്നറിയോ? അത് നമ്മുടെ തൊലിയോട് ചേരൂല, തൊലിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണുള്ളത്. തൊലിയോട്, നമ്മുടെ തൊലിയുടെ നിറത്തോട് ചേരൂല, മറിച്ച് തൊലിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ മൈലാഞ്ചി ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു പിന്നോ എന്തെങ്കിലും സാധനം വെച്ചിങ്ങനെ ഒന്ന് പൊളിച്ചാൽ അതിങ്ങനെ പൊളിഞ്ഞു പോരും. അതായത് അത് നമ്മുടെ ശരീരത്തോട് ചേർന്നിട്ടില്ല, തൊലിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളം ചേരൂല, അതായത് വുദു ശരിയാവൂല, വുദു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒപ്പിക്കൽ മൈലാഞ്ചി വെച്ചാൽ അതെന്താണ്? ആ മൈലാഞ്ചി ഇട്ട സുന്നത്തും കിട്ടൂല, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മൈലാഞ്ചി ഇടൽ ശരിയാവുകയില്ല, നമ്മുടെ വുദു ശരിയാവൂല. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടും ട്യൂബ് മൈലാഞ്ചി തന്നെ, നാടൻ മൈലാഞ്ചി, അത് അരച്ചതൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഇച്ചിരി വില കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇടുമ്പോൾ മൈലാഞ്ചി ഇട്ട സുന്നത്ത് കിട്ടണം. അല്ലെങ്കിൽ എന്താണ്, ആ ഇടുന്ന സമയത്ത് നമ്മുടെ തൊലിയോട് അത് ചേരണം. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കയ്യിലൊന്നും ക്യൂടെക്സ് ഇടല്ലേ, കാരണം എന്താണ്? വെള്ളം ചേരൂല. വെള്ളം ചേരൂല്ലാത്ത മൈലാഞ്ചി ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ ഉസ്താദ് അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയണം? ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന പെരുന്നാൾ, നിങ്ങൾക്ക് ഇപ്പോൾ ആകെ കിട്ടുന്ന പെരുന്നാളാവട്ടെ, രണ്ടാമത് കിട്ടുന്ന പെരുന്നാളാവട്ടെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇടാം, ഇടാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇത്രയും ദിവസം നമ്മൾ നോമ്പൊക്കെ പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോയി ആ നോമ്പ് വെള്ളത്തിൽ കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം, പെരുന്നാൾ രാവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, സന്ദർഭമാണ് ഇൻഷാ അല്ലാഹ്. ഇനി അഥവാ പെരുന്നാൾ അല്ല എങ്കിൽ
ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടില്ല, അപ്പോൾ പെരുന്നാൾ നാളെ അല്ല, മറ്റന്നാളായിരിക്കും. അപ്പോൾ നാളെ 30ാമത്തെ നോമ്പാണ്. ഇന്ന് തറാവീഹ് നമസ്കാരം ഉണ്ടാകും. ഇന്നത്തെ തറാവീഹ് ഒഴിവാക്കരുത്. പിന്നെ നാളത്തെ പകൽ അതിശ്രേഷ്ഠമായ റമദാന്റെ അവസാനത്തെ പകലായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ഫർദ് നിസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ റമദാൻ നമ്മളോട് വിട പറയാൻ ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. അള്ളാഹുവെ പഠിച്ചവനെ, ഈ റമദാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റമദാൻ മാസത്തെ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് എടുക്കുവാനും തൗഫീക്ക് തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളോട് ഈ റമദാനിലൊക്കെ എത്രയോ ആളുകളാണ്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുള്ളത്. റബ്ബേ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദെ, ഇന്നത്തെ മജ്‌ലിസിൽ ദുആ ഇറക്കണേ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പറയണേ, പേരെടുത്ത് പറയണമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേരെടുത്ത് പറയാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവും. എത്രയോ ആളുകളാണ് പേരൊക്കെ ടൈപ്പ് ചെയ്ത് വിടുന്നത്. ഞാൻ പേരൊന്നും തൽക്കാലം പറയുന്നില്ല. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബ് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇനിയും റമളാനിനെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മൾ എല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.